സമുദ്രത്തിൻ്റെ അഗാധവും അനന്തവുമായ ആ നീലിമയിൽ എന്തോ ഒന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അതിബുദ്ധിമാനായ ഒരു വേട്ടക്കാരൻ, കൂർത്തുമൂർത്ത പല്ലുകളുള്ള ഒരു ഭ്രാന്തൻ കൊലയാളി. ആർത്തിരമ്പി വരുന്ന സമുദ്രം പോലും ഭയപ്പെടുന്ന ആ ഒറ്റയാൻ, ഓർക്ക എന്ന കില്ലർ വെയിൽ. അതെ, ഇതവൻ്റെ കഥയാണ്. സുന്ദരൻ, ശക്തൻ, അതീവ ബുദ്ധിശക്തിയുള്ളവൻ, സമുദ്രത്തിൻ്റെ അധികാരം കൈയാളുന്ന അമരക്കാരൻ, ദി അപ്പെക്സ് പ്രെഡേറ്റർ. കില്ലർ വെയിൽ എന്ന് വിളിച്ചാലും ഇവനൊരു തിമിംഗലമല്ല. ഡോൾഫിൻ കുടുംബത്തിലെ ഏറ്റവും വലിയ അംഗമാണ് ഇവൻ. 3000 മുതൽ 6000 കിലോഗ്രാം വരെയാണ് ഇവയുടെ വെയിറ്റ്. ഓർക്കകൾ പൊതുവെ സമൂഹമായി ജീവിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്ന ജീവികളാണ്. ഇവർ വേട്ടയാടുന്നതും കൂട്ടമായാണ്. ഇവർ സമുദ്രത്തിലെ ചെന്നായ്ക്കളെ പോലെയാണെന്ന് പറയാം. കൃത്യമായ ആസൂത്രണം ചെയ്ത് വേട്ടയാടുന്നതിലൂടെ സമുദ്രത്തിലെ ഏത് കൊലകൊമ്പിനെയും മുട്ടുകുത്തിക്കാൻ മാത്രമുള്ള സാമർഥ്യം ഇവർക്കുണ്ട്. ഓർക്കകൾ ക്രൂരന്മാരല്ല, അവർ തന്ത്രജ്ഞരായ കൊലയാളികളാണ്. ചിലർ ഐസ് ഫ്ലോകൾ മറിച്ച് സീലുകളെ പിടിക്കുന്നു, ചിലർ തീരത്ത് വരെ പോയി വേട്ടയാടുന്നു, ചിലർ സമുദ്രത്തിലെ അതികായന്മാരായ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകളെ പോലും വേട്ടയാടുന്നു. കറുത്ത മുട്ടനാടിൻ്റെ ചങ്കിലെ ചോര കുടിക്കുന്ന ലാലേട്ടനെ പോലെ വൈറ്റ് ഷാർക്കുകളുടെ കരൾ ഭക്ഷിക്കലാണത്രേ ഇവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം, ഇവരുടെ ജീവൻ ടോൺ. പക്ഷേ ഭയത്തിനപ്പുറം അത്ഭുതാവഹമാണ് ഓർക്കകളുടെ ജീവിതം. ഓരോ കൂട്ടത്തിനും തനതായ ഒരു ഭാഷാശൈലി ഉണ്ടായിരിക്കും. ഓരോ ഓർക്കയ്ക്കും സ്വന്തമായൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കും. അവർ ദുഃഖിക്കുന്നു, കളിക്കുന്നു, പഠിപ്പിക്കുന്നു. ഭൂമിയിലെ ഏറ്റവും സമർത്ഥരായ ജീവികളിൽ ഒന്നാണ് ഓർക്കകളെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. എന്നാൽ മനുഷ്യൻ അവർക്ക് പലപ്പോഴും അർഹിക്കുന്ന ഒരു ആദരവ് നൽകിയിട്ടില്ല. അവയുടെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ ശേഷിയില്ലാത്ത ചെറിയ ടാങ്കുകളിൽ അവരെ പൂട്ടിയപ്പോൾ അവരിൽ ചിലർ ക്രൂരമായി പ്രതികരിച്ചു. അതവർ ദുഷ്ടന്മാരായതുകൊണ്ടല്ല, അതവരുടെ ആത്മാഭിമാനത്തെ തകർത്തതുകൊണ്ടായിരുന്നു. സമുദ്രത്തിൻ്റെ അഗാധതയിൽ ഓർക്കകൾ ദിവസേന 100 കിലോമീറ്ററോളം സ്പീഡിൽ നീന്തുന്നു. സമുദ്രത്തിൻ്റെ അഗാധതയിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന ഇവർ ഒരു പുരുഷായുസോളം ജീവിക്കുന്നു. അവർ മനുഷ്യന് ഒരിക്കലും മനസ്സിലാകാത്ത ശബ്ദത്തിൽ ശോകമായ ഒരു സംഗീതം പാടുന്നു. ഓർക്ക ഒരു കൊലയാളി മാത്രമല്ല, അവൻ പ്രകൃതിയുടെ സൗന്ദര്യവും ക്രൂരതയും ഗൗരവവും കാണിക്കുന്ന ഒരു കണ്ണാടിയാണെന്ന് പറയാം. നാം അവരെ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യത്തേക്കാൾ അവരെ ബഹുമാനിക്കാനും അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുമുള്ള ബുദ്ധി നമുക്കുണ്ടോ എന്ന ചോദ്യത്തിനായിരിക്കും കൂടുതൽ പ്രസക്തി എന്നെനിക്ക് തോന്നുന്നു. ജീവവർഗങ്ങളെ ആദരിക്കുക, സമുദ്രത്തെ സംരക്ഷിക്കുക എന്നൊരു എൻഡിങ് നോട്ടോടെ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നാലും അത് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.